വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ സാമ്പത്തിക ബാധ്യത എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. അഫാന്റെ മൊഴി ശരിവെക്കുന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ച വിവരം. ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഫർസാന മുക്കന്നൂർ ജംഗ്ഷനിലൂടെ നടന്നുപോകുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ കുടുംബം കടക്കണിയിലും ആഡംബര ജീവിതം നയിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തൽ. പിതാവിന്റെ കടബാധ്യതയ്ക്കപ്പുറം കുടുംബം വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിവെച്ചു. വരുമാനം നിലച്ചിട്ടും അഫാൻ ആഡംബര ജീവിതം തുടർന്നു. ഇതടക്കമുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായ മൊഴിയെടുപ്പിൽ പോലീസ് കണ്ടെത്തൽ. പിതാവിന്റെ ബാധ്യത തീർത്ത് നാട്ടിലെത്തിക്കാൻ ബന്ധുക്കൾ നിർബന്ധിച്ചു. ബുള്ളറ്റുള്ളപ്പോൾ മറ്റൊരു ബൈക്ക് അഫാൻ വാങ്ങിയത് ബന്ധുക്കൾ എതിർത്തു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ അഫാന് ബന്ധുക്കളോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നതായി പോലീസ് കരുതുന്നു. കടക്കാരുടെ ശല്യവും ബന്ധുക്കളുടെ എതിർപ്പും കുടുംബത്തെ കൂട്ട ആത്മഹത്യയിലേക്കുള്ള തീരുമാനത്തിലെത്തിച്ചു. കൂട്ട ആത്മഹത്യയിൽ ആരെങ്കിലും രക്ഷപ്പെടുമോ എന്ന ചിന്തയാണ് അഫാനെ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്ന് പോലീസ് കരുതുന്നു. ഫർസാനയുടെ സ്വർണവും അഫാൻ പണയം വെച്ചിരുന്നു. ഇക്കാര്യങ്ങളൊന്നും പുറത്തറിയാതിരിക്കാനാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയതെന്നും അഫാൻ പോലീസിന് പ്രാഥമികമായി മൊഴി നൽകി. എന്നാൽ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴിയെടുത്ത ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത വരൂ. ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്, വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. അതിനിടെ അഫാൻ വിളിച്ചതിന് പിന്നാലെ ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഷെമിയുടെയും മെഡിക്കൽ കോളേജിലുള്ള അഫാന്റെയും മൊഴിയെടുത്താൽ മാത്രമേ കൂട്ടക്കൊലപാതകത്തിൽ വ്യക്തത വരൂ. രണ്ടുപേരുടെയും മൊഴി പോലീസ് നാളെ രേഖപ്പെടുത്താനാണ് സാധ്യത. മീഡിയ 1, തിരുവനന്തപുരം.